വനനിയമ ഭേദഗതി കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഇത് കിരാത നിയമമാണ്, വനംവകുപ്പിന്റേത് ജനവിരുദ്ധ നിലപാടാണ്. ഇക്കാര്യത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കി. ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാറ് ഞങ്ങളോട് വിശദമായി സംസാരിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ്. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയതാണ്. അതിനുശേഷമാണ് ഇപ്രകാരം ഒരു നിയമവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയ നിയമ സംവിധാനം രൂപപ്പെടുത്തണം, അതിനുള്ള സത്വര നടപടികൾ ഉണ്ടാകണം. ഇതിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉത്തര കൊറിയ പോലെയുള്ള രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ് ഇതിൽ വനപാലകരായ ഉദ്യോഗസ്ഥര് എഴുതി ചേർത്തിരിക്കുന്നത്. ടോം കുര്യാക്കോസ് വിവരങ്ങൾ പങ്കുവെക്കും. ടോം, ഇതിപ്പോൾ വനഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സഭയുടെ എതിർപ്പ് ഇതാദ്യമല്ല. കാരണം നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രസ്താവനകൾ പാംപ്ലാനി പിതാവിന്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പുതിയ സർക്കാർ നീക്കം, അതിനോടുള്ള സഭയുടെ പ്രതികരണം? രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഇതിനു മുൻപ് ഈ പാരിസ്ഥിതിക വിഷയവുമായി ബന്ധപ്പെട്ട ജനദ്രോഹ നയങ്ങൾക്കെതിരെ സഭ, സീറോ മലബാർ സഭാ നേതൃത്വവും ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വവും ഈ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കണ്ണൂർ ആറളം വനമേഖലയോട് ചേർന്ന കൃഷിഭൂമി ബഫർ സോണിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി രംഗത്തെത്തിയിരിക്കുന്നത്. വനനിയമ ഭേദഗതി കരട് വിജ്ഞാപനം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള നിയമ ഭേദഗതി വിജ്ഞാപനം അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് സഭ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം അല്പം കൂടെ കടുത്ത ഭാഷയിൽ, അതായത് ഉത്തര കൊറിയൻ രീതിയിലുള്ള കിരാത നിയമമാണ് ഇവിടെ നടപ്പാക്കാൻ നോക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. വനംവകുപ്പിന്റേത് ജനവിരുദ്ധ നിലപാടാണ്, ജനാധിപത്യമാണോ ഉദ്യോഗസ്ഥ ഭരണമാണോ ഇവിടെയെന്ന് സംശയിക്കണം. വനമന്ത്രി നിയമ ഭേദഗതി കരട് വായിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർഷകരുടെ മേൽ കുതിര കയറാൻ അനുമതി നൽകുന്ന നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വിജ്ഞാപനം തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കർഷകനെ ദ്രോഹിക്കാൻ ഉദ്യോഗസ്ഥരെ കയറൂരി വിടരുതെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ന്യൂസ് 18നോട് അദ്ദേഹം പ്രതികരിച്ചപ്പോഴും സമാനമായ രീതിയിൽ സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളാണ് റവന്യൂ വനംവകുപ്പുകൾ സ്വീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ നടപടിയുമായി മുന്നോട്ട് പോയാൽ സർക്കാരിനെതിരെ, വനംവകുപ്പിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നാണ് സഭ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാർ ജോസഫ് പാംപ്ലാനിയാണ് ഇപ്പോൾ സർക്കാരിനെതിരെ വന ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. സ്വർണ്ണ